ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ പെപ്പർ ചിക്കൻ, ഗാർലിക് ചിക്കൻ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള നല്ലൊരു ചിക്കൻ കറിയാണ്. ചിക്കൻ വിന്താലു എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് ഞാൻ ഒരു 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലുള്ളതും എല്ലില്ലാത്തതുമായ നല്ല ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാകുമ്പോൾ എണ്ണയൊന്നും വേണ്ട, വെറുതെ ഡ്രൈ ആയിട്ട് 2 സ്പൂൺ മല്ലി, വറമല്ലി ഇട്ടിട്ടുണ്ട്. 2 കഷ്ണം പട്ട, 4 ഏലക്കായ്, ഒരു 10-12 കുരുമുളക്. കൂടുതൽ കുരുമുളക് വേണ്ട, കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ വലിയ ജീരകം, അതേപോലെ 1 സ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. നന്നായി ഒന്ന് മൂപ്പിക്കാം, നല്ല മണം വരും. അതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി ഒരു 12 എണ്ണം എടുത്തിട്ടിട്ടുണ്ട്. ഇതൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവ് കുറവായിരിക്കും, നല്ല കളർ കിട്ടും. റെഡ് കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ വെറും കാശ്മീരി ചില്ലി ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സാധാരണ മുളകിടാം. നമുക്ക് കൂടെ ചെറിയ കഷ്ണം 2 കഷ്ണം ഇഞ്ചി, കൂടുതൽ വലുത് വേണ്ട, ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ പൊടിയും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കൂടെ ചെറിയ കഷ്ണം, ഒരു ചെറിയ നെല്ലിക്കാൻ്റെ അളവിലുള്ള പുളി എടുത്തിട്ട് ആ വെള്ളം പിഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ വേണം നമുക്കിത് നന്നായി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണിത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വലിയ സവാള ഒന്നിട്ടിട്ടുണ്ട്. നല്ല പോലെ വഴണ്ട് വരണം, അതിൻ്റെ ഇല്ലെങ്കിൽ ഒരു മധുര ചുവയുണ്ടാവും, അതുകൊണ്ടാണ്. ഉള്ളി നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസിൽ അറിയിക്കണം. തക്കാളി നല്ലപോലെ വഴണ്ട് വരുമ്പോൾ നമ്മൾ വൃത്തിയായി കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഉള്ളിയും തക്കാളിയും നല്ലപോലെ വെള്ളം വറ്റി വരണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഒട്ടും വെള്ളമില്ലാതെ ചിക്കൻ പീസാണിത്. കൂടെ കുറച്ച് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ആ ചിക്കനിലുള്ള വെള്ളം മുഴുവനും വാർന്ന് വരും പോലെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ അതേ ടേസ്റ്റിലുള്ള ചിക്കൻ വിന്താലുവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടില്ലേ, അതിലുള്ള ചിക്കനിലുള്ള വെള്ളം തന്നെയാണിത്. നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചിട്ടില്ല. അത് നല്ലപോലെ ഡ്രൈ ആയ ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. മിക്സി കഴുകിയ വെള്ളം ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതി. പകുതി ചിക്കൻ വെന്ത് കഴിഞ്ഞു, ഇനിയും കുറച്ച് വേകാനുള്ളൂ. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം വറ്റി വരട്ടെ. ഇത് കണ്ടില്ലേ, നമ്മളുടെ കറി നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ
ഷുഗർ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അവസാനമായിട്ട് അതേപോലെ 1/2 സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ ഒരു കറി നമ്മുടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. ബൈ.